ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ കാണണം, കണ്ടേ പറ്റൂ. നിങ്ങളൊരു സിനിമ പ്രേമിയാണെങ്കിൽ, സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന ആളാണെങ്കിൽ ഈ സിനിമ എന്തായാലും മിസ്സാക്കാൻ പാടില്ല. നിങ്ങൾ പോയി കണ്ടേ പറ്റൂ. ഈ ആഴ്ച ഏതാ സിനിമ കാണുക എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടിട്ടാണ് ഈ ഒരു സിനിമ കാണാൻ പോയത്. പക്ഷെ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു സ്ഥലത്തും നിങ്ങൾക്കൊരു ലേഖമില്ല. തുടക്കത്തിൽ തന്നെ നിങ്ങൾ പടത്തിന്റെ ഉള്ളിലേക്ക് പോയി പടത്തിന്റെ കഥയിലേക്ക് നിങ്ങൾ എത്തി. പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ തോന്നില്ല. രോമാഞ്ചം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്തൊന്നും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഇത്രയും രോമാഞ്ചിഫിക്കേഷൻ ആയിട്ടുള്ള പടം ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ തിരിച്ചു വന്നു. അർജുന്റെ കൂടെ നമ്മുടെ അഭിരാമിയും നമ്മുടെ മറ്റേ സർവമായുള്ള കുട്ടിയും കൂടി വന്നപ്പോലെ പോളി പോളി പടം. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റ് ആണ്. നല്ല തകർപ്പം പേരാ സിനിമ കിട്ടിയിട്ടുള്ളത്. അർജുന്റെ ഫാൻ അല്ലാത്ത ആൾക്കാരും കൂടി പുള്ളിനെ എന്തിനാ ആക്ഷൻ കിങ് എന്ന് വിളിക്കുന്നത്? പണ്ടത്തെ അർജുൻ പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുതൽവനൊക്കെ ഭയങ്കര ഹിറ്റായി. അതിന് മുമ്പേ കുറെ പടങ്ങളുണ്ട്, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ആക്ഷൻ കിങ് തന്നെയാണെന്ന് തെളിയിക്കും വിധത്തിലാണ് ഈ പടത്തിൽ പുള്ളിയുടെ ആക്ഷൻ. പിന്നെ പുള്ളി മാത്രമല്ല, അഭിരാമി ആയാലും ഈ അർജുന്റെ മകളായി കഴിഞ്ഞാലും, അത് കൂടാണ്ട് ഒരു ഇന്റർവെൽ കഴിയുമ്പോഴേക്ക് വേറൊരു ചങ്ങായി കൂടി വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു ആ സീൻ കാണുമ്പോൾ. ഈ ക്യാമിയോ എന്ന് പറയാൻ പറ്റില്ല, ക്യാമിയോ എന്നല്ല, പക്ഷേങ്കിൽ അത് അത് പറഞ്ഞ സ്പോയിലറായി പോകും. എന്റെ പൊന്നോ, ഞാൻ മൂവി റിവ്യൂ ചെയ്യണമെന്ന് തോന്നിപ്പോയി. അത്രക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തായാലും തീർച്ചയായും ഞാൻ ഒന്നുകൂടി കാണും. ഈ കഥയുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ റൈറ്ററാണ്. ആ കഥ ഒരു സാധാരണ ഒരു കുടുംബം കരാട്ടെ പഠിക്കേണ്ട ആവശ്യകതയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഒരു കരാട്ടെ മാസ്റ്റർ ഫാമിലി, അതിൽ എല്ലാ ആൾക്കാരും കരാട്ടെ അറിയുന്ന ടീമാണ്. അമ്മയായി കഴിഞ്ഞാലും മകളായി കഴിഞ്ഞാലും എല്ലാവർക്കും കരാട്ടെ അറിയുന്ന ടീം. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പടം കാണിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിൽ എല്ലാ സംഭവങ്ങളും ഇതിന്റെ സംഭവങ്ങളൊക്കെ വന്ന് കഥയിലേക്ക് എത്തി നമ്മൾ. പിന്നെ കുറച്ചൊരു കോർപ്പറേറ്റ് വില്ലന്മാരും ഈ ഒരു കുടുംബവും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ വരുന്നതെന്നും അത് തമ്മിൽ ഏതൊക്കെ വിധത്തിലാണെന്ന് കൂട്ടിക്കഴിച്ച് ഇതുവരെ എത്തി. ലോജിക്ക് എന്ന് പറഞ്ഞ സാധനങ്ങൾ ചില സ്ഥലത്ത് നോക്കാനേ പാടില്ല. നോക്കാൻ തോന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലോജിക്കൊന്നും നമുക്ക് പ്രശ്നമേ ആവില്ല. എന്റെ പൊന്നോ, ഓരോ സീനുണ്ട്. ഇന്റർവെല്ലുകാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ കോരിത്തരിച്ചിരിക്കും. ഇന്റർവെല്ലിന് ശേഷം പിന്നെ ഫുള്ള് ഫിനിഷിംഗ് ആണ്. ഫിനിഷിംഗ് എന്ന് പറഞ്ഞ ഓരോന്നും ഫിനിഷിംഗ്. ഓരോ സീനിലും നമുക്കിങ്ങനെ രോമാഞ്ചം വരും. ആരും മിസ്സാക്കാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു ഇതിന്റെ സ്ക്രീനിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു മൂവി റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചത് ഈ പടം കണ്ടിട്ടാണ്. ഇങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. ചില സ്ഥലത്ത് നമ്മുടെ അഭിരാമിയൊക്കെ സാരിയൊക്കെ മടക്കി കുത്തിയിട്ട് പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട. പിന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എല്ലാ കാര്യങ്ങളും ഈ പടത്തിന് കറക്റ്റ് നല്ല നല്ല പഞ്ച് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രാത്രി 2 മണി ഇപ്പൊ പടം കണ്ട് ഫോർമാണെന്ന് പടം കണ്ടിട്ട് ഇവിടെ എത്തിയതേ ഉള്ളൂ. ഉറങ്ങാതെ ഇപ്പൊ തന്നെ റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ആ പടത്തിനുള്ള ഇഷ്ടം കൊണ്ട് എന്തായാലും ഞാൻ ഈ പടം ഒന്നുകൂടി കാണാൻ പോകും. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. മക്കളെ ഒന്നും നോക്കണ്ട, നാളെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. ഇപ്പൊ എല്ലാം ഹൗസ്ഫുൾ ആണ്. ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമല്ല, ഒരു ഫാമിലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഫാമിലി മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടി ഈ പടത്തിന് പോകുന്നുണ്ട്. അത് ഇന്ന് തിയേറ്ററിൽ പോയപ്പോൾ മനസ്സിലായി. കാരണം അടിപൊളി ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു പടം കാണാൻ. എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് ആർത്ത് കൈ അടിച്ച് എല്ലാവരും ഭയങ്കര സെറ്റപ്പിലാണ് മൂവി കാണുന്നത്. തിയേറ്ററിൽ തന്നെ കാണണം. ഒരു കൂട്ടം ആൾക്കാരെ കൂടെ തന്നെ കാണണം. ഒറ്റക്ക് പോയിരുന്നിട്ട് കാണണ്ട. അത് ഈ പടത്തിന്റെ വൈബ് ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പോൾ ഒന്നും നോക്കണ്ട ഗൈസ്, വേറെ ഒന്നും പറയാനില്ല. നാളെ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് പോയി കണ്ടോ. ബ്ലാസ്റ്റ്.